നാർസിസിസ്റ്റുകൾ ഇതിപ്പോൾ ഇങ്ങനെ സ്ഥിരമായി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഇത് മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ റീൽസ്. അപ്പോൾ എന്നെ അബ്യൂസ് ചെയ്തു, എൻ്റെ ഭർത്താവ് നാർസിസിസ്റ്റ് ആയിരുന്നു, ഭാര്യ നാർസിസിസ്റ്റ് ആയിരുന്നു, ഭാര്യ കൊവേർട്ട് നാർസിസിസ്റ്റ് ആയിരുന്നു, ഭർത്താവ് ഒവേർട്ട് നാർസിസ്റ്റ് ആയിരുന്നു, മാലിഗ്നൻ നാർസിസിസ്റ്റുകളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ റിലേഷൻഷിപ്സിലും വ്യക്തിബന്ധങ്ങളിലും ഒക്കെ ഈ നാർസിസിസ്റ്റ് ഇത് തന്നെയാണ്. ഞാനിതിനെപ്പറ്റി കാര്യമായിട്ട് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കി, ഇതെന്താണ് സംഭവം. അതിന് വീഡിയോസ് കണ്ടു. എല്ലാവരും ഇത്രയും പേരിങ്ങനെ നാർസിസിസ്റ്റുകളാണ്. എന്താണ് നാർസിസിസം? നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നാർസിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയ്റ്റാണ്. അപ്പം നമ്മളെല്ലാവർക്കും കൂടിയോ കുറഞ്ഞോ ആ നാർസിസിസം എന്ന് പറയുന്ന ട്രെയ്റ്റ് ഉണ്ടാകാം. ഉദാഹരണത്തിന്, നമ്മളാണ് ഏറ്റവും വലിയവൻ, എല്ലാവരും നമ്മളെ ബഹുമാനിക്കണം, എൻ്റെ കാര്യം മാത്രമേ ഞാൻ നോക്കുള്ളൂ, അതിനുവേണ്ടി മറ്റുള്ളവരെ ഞാൻ ഇച്ചിരി പ്രശ്നത്തിലാക്കിയാലും കുഴപ്പമില്ല, ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഞാൻ വലിയൊരു സംഭവമാണ്, മറ്റവരെ കൺട്രോൾ ചെയ്ത് എൻ്റെ കാര്യങ്ങൾ നേടേണ്ടത്, ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ് നാർസിസിസം എന്ന് പറയുന്ന ഈ ട്രെയ്റ്റിനെ പറ്റി പറയുന്നത്. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആ ട്രെയ്റ്റ് കുറച്ചുണ്ട്. പക്ഷേ ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, ഒരു ഡയഗ്നോസ്റ്റിക് കണ്ടീഷനാണ്, ഒരു സൈക്കോളജിക്കൽ കണ്ടീഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഇത്രയും ആൾക്കാർ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരാണോ? പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഓഫ് കോഴ്സ് ഒരു 5% ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് തന്നെ കുറേ ഉണ്ട്, 10, 20, 30 ആൾക്കാർ പറയുന്നുണ്ട്. ചിലർ ക്ലാസിഫിക്കേഷൻസിൽ കുറവാണ്. അപ്പം ഇത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഇത്രയും ആൾക്കാർ പോപ്പുലേഷനിലുണ്ടോ? ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ റിലേഷൻഷിപ്പ് കൗൺസിലേഴ്സും ഈ വീഡിയോസിലും പറയുന്ന നാർസിസിസവും നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന സൈക്കാട്രിക് ആർ സൈക്കോളജിക്കൽ കണ്ടീഷനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ചില ബന്ധങ്ങളുണ്ട്, പക്ഷേ വ്യത്യാസമുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിൽ അബ്യൂസീവ് ബിഹേവിയർ, പലതരം അബ്യൂസീവ് ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാർക്ക് പൊതുവായി റിലേഷൻഷിപ്പ് കൗൺസിലേഴ്സൊക്കെ കൊടുത്തേക്കുന്ന, പിന്നെ വിക്ടിംസും അല്ലാത്തവരും ഒക്കെ കൊടുത്തേക്കുന്ന ഒരു വാക്കാണ് ഈ നാർസിസിസം എന്നുള്ളത് എന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലായി വരുന്നത്. അതിനകത്ത് ഓവേർട്ട് നാർസിസിസം അഥവാ മാലിഗ്നൻ നാർസിസിസം എന്ന് പറയുന്നത് നാർസിസിസ്റ്റിക് ട്രെയ്റ്റ്സുമായിട്ടും നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിട്ടും ബന്ധമുണ്ട്. പക്ഷെ അതേസമയം ഈ കൊവേർട്ട് നാർസിസിസം എന്ന് പറയുന്നത് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനേക്കാളും ബന്ധം വേറെ ചില സംഭവങ്ങളോടാണ്. ഫോർ എക്സാമ്പിൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്കൊക്കെയാണ്. ചുരുക്കി പറഞ്ഞ് മാത്രമല്ല, ഒരാൾക്ക് വേറൊരാൾ ഈ സംഭവം ആരോപിക്കുന്നത് വളരെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മേ ബി വീണ്ടും ഡിസ്കസ് ചെയ്യാം.